എം.എ. യൂസഫലിയുടെ ജീവിതകഥ. തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ലോകമറിയുന്ന ഒരു വ്യവസായിയായി മാറിയ എം.എ. യൂസഫലിയുടെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും വിജയഗാഥയാണ്. ജനനം 1955 നവംബർ 15 തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ. പിതാവ് അബ്ദുൽ ഖാദർ നാട്ടികയിൽ ഒരു സാധാരണ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ചെറിയ പലചരക്ക് കടയുണ്ടായിരുന്നു. എന്നാൽ പരമ്പരാഗതമായി ബിസിനസ് പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നില്ല യൂസഫലിയുടേത്. സ്വന്തമായി കച്ചവടം നടത്തിയാണ് പിതാവ് കുടുംബം പുലർത്തിയിരുന്നത്. നാട്ടിലെ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലായിരുന്നു യൂസഫലിയുടെ സ്കൂൾ വിദ്യാഭ്യാസം. പഠനത്തിൽ സാധാരണക്കാരനായിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ കച്ചവട കാര്യങ്ങളിൽ അതിയായ താല്പര്യം കാണിച്ചിരുന്നു. സ്കൂൾ അവധി ദിവസങ്ങളിൽ പിതാവിനെ കടയിൽ സഹായിക്കാനും സാധനങ്ങൾ വിൽക്കാനായും അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. ഇത് അദ്ദേഹത്തിന് ബിസിനസിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകാൻ വളരെയേറെ സഹായമായി. തന്റെ പഠനകാലം പൂർത്തിയാക്കിയ ശേഷം യൂസഫലിക്ക് വിദേശത്തേക്ക് പോയി ഒരു കച്ചവടക്കാരനാകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവൻ എം.കെ. അബ്ദുള്ള അബുദാബിയിൽ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. ഈ ബന്ധം യൂസഫലിയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി. 1973 വെറും 18 വയസ്സുള്ളപ്പോൾ യൂസഫലി അബുദാബിയിലേക്ക് വിമാനം കയറി. അമ്മാവൻ എം.കെ. അബ്ദുള്ളയുടെ ഫർസാൻ ട്രേഡിംഗ് കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റായാണ് അദ്ദേഹം ഔദ്യോഗികമായി ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ വെറും ഒരു അക്കൗണ്ടന്റായി ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കടയിലെ സാധനങ്ങൾ ചുമക്കാനും വൃത്തിയാക്കാനും വിൽക്കാനും യൂസഫലി മുന്നിട്ടിറങ്ങി. പകൽ മുഴുവൻ കടയിൽ കഠിനാധ്വാനം ചെയ്ത ശേഷം രാത്രിയിൽ മാർക്കറ്റുകളിൽ പോയി പുതിയ ഉൽപ്പന്നങ്ങളെയും കച്ചവട രീതികളെയും കുറിച്ച് പഠിക്കുകയും തൊഴിലാളികളോടൊപ്പം താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയേറെ ശ്രദ്ധിച്ചു. എങ്ങനെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം അബുദാബിയിലെ വിവിധ സൂപ്പർ മാർക്കറ്റുകൾ സന്ദർശിക്കുകയും അവിടുത്തെ വിൽപ്പന രീതികളും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും മനസ്സിലാക്കാനായി അദ്ദേഹം ശ്രമിച്ചു. അമ്മാവിന്റെ ബിസിനസ് വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച യൂസഫലി പിന്നീട് സ്വന്തമായി സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്ന ആശയം മുന്നോട്ട് വച്ചു. അങ്ങനെ 1990കളുടെ തുടക്കത്തിൽ അദ്ദേഹം ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കി. അക്കാലത്ത് മിഡിൽ ഈസ്റ്റിൽ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ സാധാരണമായിരുന്നില്ല. അപ്രകാരം യൂസഫലി പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്തു. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്കും ലഭ്യമാക്കാൻ അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചു. അത് എല്ലാ ജനങ്ങൾക്കും വളരെയേറെ പ്രയോജനപ്പെടുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകാൻ അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു. വൃത്തിയുള്ള കടകൾ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, മികച്ച സേവനം എന്നിവ ഉറപ്പാക്കി ജീവനക്കാർക്ക് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി. ഇത് എല്ലാ തൊഴിലാളികളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി വളരെയേറെ സഹായിച്ചു. ഓരോ രാജ്യത്തിലെയും പ്രാദേശിക സംസ്കാരവും ആളുകളുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി. ഇന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശാഖകളിൽ ഒന്നാണ്. ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും യൂറോപ്പിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ലുലുവിന് ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ധാരാളം. റീറ്റെയിൽ മേഖലയ്ക്ക് പുറമെ ഭക്ഷ്യ സംസ്കരണം, ഹോട്ടലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിരവധി മേഖലകളും ലുലു ഗ്രൂപ്പിന്റെ പ്രകടമായ സാന്നിധ്യങ്ങൾ കാണാം. എം.എ. യൂസഫലിക്ക് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വളരെയേറെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ അദ്ദേഹം വലിയ സംഭാവനകൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് ഞാൻ നെറ്റിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതലായി ആർക്കേലും വ്യക്തത വരുത്താൻ കഴിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.